2008 നവംബറിന്റെ അവസാന വാരം കറാച്ചി തീരത്തുനിന്ന് ഒരു കപ്പൽ ഗുജറാത്തിലെ പോർബന്ദർ തീരത്തെത്തി. അതിൽ നിന്നും ഇറങ്ങിയ മനുഷ്യർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. 10 പേരടങ്ങിയ സംഘം മുംബൈ ലക്ഷ്യമാക്കി നീങ്ങി. മുംബൈയിലെ ഛത്രപതി ശിവജി റെയിൽവേ സ്റ്റേഷനിലും ഹാർബറിലും കൊളാബയിലെ പ്രശസ്ത ലിയോപോൾഡ് കഫേയിലും താജ് പാലസ് ഹോട്ടലിലും നരിമാൻ പോയിന്റിലെ ഒബ്രോയ് ട്രെയിനിലും മെട്രോ സിനിമയിലും നരിമാൻ ഹൗസിലും കാമ ഹോസ്പിറ്റലിലും എത്തിയ ഭീകരസംഘം വിവേചനരഹിതമായി നിരപരാധികൾക്ക് മേൽ നിറയൊഴിച്ചു മുന്നേറി. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദേശ ടൂറിസ്റ്റുകളടക്കം 166 പേരോളം ആക്രമണത്തിൽ രക്തസാക്ഷികളായി. 10 തീവ്രവാദികളിൽ ഒരു അജ്മൽ കസബ് ഒഴികെ എല്ലാവരും ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അമിതാഭ് ബച്ചന്റെ ബംഗ്ലാവ് കാണാൻ ഇന്ത്യയിലെത്തിയതാണ് താനെന്ന ക്രൂരമായ തമാശ കൊണ്ട് ചെയ്ത പാതകത്തെ അയാൾ നിസ്സാരവൽക്കരിച്ചു തള്ളി. 2012 കസബിനെ ഇന്ത്യ തൂക്കിലേറ്റി. ഒരു സുപ്രഭാതത്തിൽ AK-47 തോക്കുകളുമായി നഗരപ്രാന്തത്തെ വിറപ്പിച്ച തെമ്മാടിക്കൂട്ടത്തിന് മുന്നിൽ നഗരം നിശ്ചലമായി. ഹേമന്ത് കർക്കറയും ഗ്രീക്ക് കോടീശ്വരൻ ആൻഡ്രിയാസ് ലിവറാസും ഒക്കെ ആസൂത്രിതമായി കൊല്ലപ്പെടുകയും ഫ്രഞ്ച് ന്യൂക്ലിയർ ശാസ്ത്രജ്ഞനായ ജോർജ് വെന്ദ്രാസിന് പരിക്കേൽക്കുകയുമൊക്കെ ചെയ്തത് ആക്രമണത്തിന്റെ ഉദ്ദേശശുദ്ധിക്കുമേൽ സംശയമുനകൾ ഉയർത്തിയെങ്കിലും പാകിസ്ഥാന്റെ ദൃശ്യവും അദൃശ്യവുമായ കരങ്ങൾക്ക് അജ്മൽ അമീർ കസബ് ജീവിക്കുന്ന തെളിവായി അവശേഷിച്ചു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ ഓർമ്മകളിൽ ഇന്നും നടുക്കുന്ന ആ ഭീകര താണ്ഡവത്തിനും 16 വർഷങ്ങളുടെ പഴക്കമാകുന്നു. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന മലയാളികളുടെ സ്വന്തം NSG കമാൻഡോയുടെ ഓർമ്മകൾക്കും അത്രമേൽ ദീപ്തമായ തിളക്കവും.